ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്ക് ട്രാവൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബജ്ജിയുടെ റെസിപ്പി ആയിട്ടാണ്. കായ ബജ്ജി, അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടിക്കഴിക്കുന്ന ചമ്മന്തി, തക്കാളി ചട്നി. സാധാരണ നമ്മൾ തക്കാളി ചട്നി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത് മുളകിൻ്റെ ചട്നിയാണ് കിട്ടുന്നത്. ഇത് നമുക്ക് തക്കാളി ഉപയോഗിച്ച് തന്നെയുള്ളൊരു ചട്നി, അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കായ ബജ്ജി. അതാണ് ഇന്ന് ചെയ്യുന്ന റെസിപ്പി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമുക്ക് ആദ്യം ഇതിനാവശ്യമായ ചട്നി, ചമ്മന്തി നമുക്ക് ചെയ്തെടുക്കാം. തക്കാളി ചട്നി ചെയ്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ബജ്ജി ചെയ്യാം. അപ്പോൾ ആദ്യം തക്കാളി ചട്നിക്കുള്ള പരിപാടികൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഒരു 4 തക്കാളി, ഒരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. നമുക്കിത് അരിഞ്ഞെടുത്തിട്ടും ചെയ്യാം, അരച്ചെടുത്തിട്ടും ചെയ്യാം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. ഏറ്റവും കുറച്ച് സമയം ലാഭത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചട്നി. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ഇതിലേക്ക് ഇടാം. ഇട്ടിട്ടുണ്ട്. ഇത് മിക്സി അടയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ തക്കാളി ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടൊരു നമ്മളെടുത്ത 2 തക്കാളി, 2 സവാളയും ഒരു 4 തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അല്ലാതെയും ചെയ്യാം. നമ്മൾ ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇങ്ങനെ അടിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ചെയ്യുന്നത്. മറ്റേതാകുമ്പോൾ നമ്മൾ അത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളത് മിക്സിയിൽ അടിച്ചെടുക്കും. അതിന് ശേഷം താളിക്കും. ഇതിപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചെടുത്ത് താളിച്ചെടുക്കുന്ന രീതിയിലുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഇത് ചെയ്തെടുക്കാനുള്ള എണ്ണ കുറച്ച് ഒഴിക്കുക. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും, വറ്റൽമുളകും, ചുവന്നുള്ളി, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. തീ മുഴുവനായിട്ട് കുറച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കഷ്ടിയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശകലം ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാല. ഓക്കെ. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തക്കാളിയും സവാളയും കൂടെ അടിച്ച് വെച്ചേക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരണം. വെന്ത് വന്നിട്ട് വേണം ഇതിന് ഫ്ലേവർ തരുന്ന മെയിൻ ഐറ്റം ചേർക്കാനായിട്ട്.
അപ്പോൾ നമ്മളത് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയായി, അത് വെന്തോന്നുള്ളത് നമുക്ക് നോക്കാം, ഒന്ന് തുറന്ന് നോക്കാം. അത് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് ഒരു നമ്മൾ കായം ചേർത്തിടുന്നത്. അപ്പോൾ ചമ്മന്തി നമ്മുടെ ഇവിടെ റെഡിയായി കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. ഇങ്ങനെ അരച്ചെടുത്ത് ചെയ്തപ്പോഴേക്കും ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല സംഭവം റെഡിയാവാനായിട്ട്. പെട്ടെന്ന് റെഡിയായി. അരിഞ്ഞ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇത്രയും പെട്ടെന്ന് റെഡിയാവില്ല, സമയം എടുക്കും. അപ്പോൾ നമുക്ക് ചമ്മന്തി ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബജ്ജിയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് കായ ബജ്ജി ഉണ്ടാക്കാനുള്ള അതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് കലക്കിയെടുക്കാം. അതെങ്ങനെ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഒരു 1/4 കിലോ അടുത്ത അളവിൽ 200-250 ഗ്രാം അളവിൽ നമ്മൾ കടലമാവ് ആദ്യം ചേർക്കുകയാണ്. ഓക്കെ, നമ്മളിതാ ഈ ഒരളവിലൊരു 200 ഗ്രാം അളവിൽ നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കായം ചേർക്കാം. കായം ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതേപോലെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച മസാല ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഉപ്പ് ചേർക്കാം. ചേർത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് പാകത്തിനാക്കിയിട്ടില്ല. നമുക്കിനി വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ കുറേശ്ശെ പാകം നോക്കി ഒഴിച്ചാൽ മതി. ഒറ്റയടിക്ക് ഒഴിച്ചാൽ കുഴഞ്ഞ് പോകും. വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പിടിച്ചിരിക്കില്ല. നമുക്കിതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ടുള്ള വെള്ളം, അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ കായയിൽ ഇത് പിടിച്ചിരിക്കില്ല. കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിക്കാം. അപ്പോൾ നമുക്കതിനുള്ള മാവൊന്ന് കലക്കിയെടുക്കാം. അതിനുശേഷം നമുക്കത് പൊരിക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒരേന്നായിട്ട് എടുത്ത് പൊരിച്ചു തുടങ്ങാം. അതിനാദ്യം നമ്മൾ ഇങ്ങനെ അപ്പോൾ നമ്മൾ ആദ്യത്തെ റൗണ്ടിനുള്ള കായകൾ ബജ്ജിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. അതിന് ശേഷം ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത റൗണ്ടും ഇട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റൗണ്ട് കായ ബജ്ജി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുത്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ അത് നമ്മുടെ കായ ബജ്ജിയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടൊരു റെസിപ്പിയാണ്. ഇതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ പതിവ് പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമ്മുടെ വീഡിയോകളൊക്കെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.